നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ വലിയ ഭക്തരാണ് എങ്കിലും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴേ അതിന് പൂർണ്ണത വരികയുള്ളൂ. ചൈനീസ് തത്വചിന്തയിൽ, അതായത് താവോയിസത്തിൽ ഒരു കഥ പറയാറുണ്ട്. നമ്മൾ പണ്ട് മുതലേ കേട്ടു വരുന്നൊരു കഥയാണ്. ആ കഥ കേട്ടപ്പോൾ നമ്മളുടെ ഭാരതീയ തത്വചിന്തയുമായി എത്രയോ സാമ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഭക്തി വളർത്താൻ ഏറ്റവും വലിയൊരു കാരണവുമാകും എന്ന് തോന്നിയ ഒരു കഥ ഞാൻ പറയാം. പണ്ട് ചൈനീസ് ഗ്രാമത്തിൽ ഒരു വൃദ്ധനുണ്ടായിരുന്നു, ഒരു കർഷകനായിരുന്നു. അദ്ദേഹത്തിനൊരു കുതിര ഉണ്ടായിരുന്നു. ഈ കുതിരയെ ഒരു ദിവസം കാണാതെ പോയി. ഇതറിഞ്ഞ് അയൽക്കാരെല്ലാം ഒത്തുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒത്തുകൂടിയിട്ട് പറഞ്ഞു, അയ്യോ എന്തൊരു കഷ്ടം, അത്രയും നാൾ നോറ്റ് വളർത്തിയിരുന്ന ആ കുതിരയെ കാണാതെ പോയില്ലേ, ഈ ഒരവസ്ഥ ദൈവം നിങ്ങൾക്ക് തന്നല്ലോ, വളരെ കഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള എല്ലാവരും നിരാശയിലാണ്ടിരിക്കുമ്പോൾ ഈ വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ആർക്കറിയാം, ഇത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണെങ്കിലോ, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെങ്കിലോ നമ്മൾക്കറിയാൻ സാധിക്കുമോ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടെ അദ്ദേഹം പറയുകയാണ്. അത് കേട്ട ആളുകൾ, അവിടെ നിന്നിരുന്ന അയൽവാസികളായിട്ടുള്ള ആളുകളൊക്കെ ചോദിക്കുന്നു, ഇദ്ദേഹത്തിന് എന്താണ് ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ടും അദ്ദേഹം ആറ്റുനോറ്റ് വളർത്തിയ ആ കുതിര കാണാതെ പോയിട്ടും ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് കരുതിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹം പുഞ്ചിരിയോടെ നിൽക്കുന്നത്? ഇതൊക്കെ മൂഢതയല്ലേ എന്ന് അയൽവാസികളെല്ലാം ചിന്തിച്ചു. എങ്കിൽ കൃത്യം 3 ദിവസം കഴിഞ്ഞപ്പോൾ അതിനുള്ള മറുപടി അവർക്ക് ലഭിച്ചു. ആ പോയ കുതിര, കാട്ടിലേക്ക് പോയ കുതിര തിരിച്ചു വന്നിരിക്കുന്നു. ആ കർഷകൻ്റെ, ആ വൃദ്ധൻ്റെ വീടിന് മുറ്റത്ത് തന്നെ ആ കുതിരയുണ്ട്. എങ്കിൽ ആ കുതിര ഒറ്റയ്ക്കല്ല വന്നത്, ആ കുതിരയുടെ കൂടെ 7 മറ്റു കുതിരകളെയും കൂടെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ മൊത്തം 8 കുതിരകൾ വന്നു. കർഷകന് നഷ്ടപ്പെട്ട ഒരു കുതിരയാണെങ്കിൽ തിരിച്ച് ആ നഷ്ടപ്പെട്ട കുതിര കൊണ്ടുവന്നത് മറ്റ് 7 കുതിരകളെയും കൂടെയാണ്. അങ്ങനെ മൊത്തം 8 കുതിരയായി ഇപ്പോൾ ആ കർഷകൻ. അപ്പോൾ അയൽവാസികളായിട്ടുള്ള ആളുകൾ വീണ്ടും വന്നു, ഇത് മഹാ അത്ഭുതമായിരിക്കുന്നു, നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത ആളാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളാണെന്നൊക്കെ പലതരത്തിൽ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹത്തെക്കുറിച്ച്. അപ്പോഴും ആ വൃദ്ധനായ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, ആർക്കറിയാം, ഭഗവാൻ ചിലപ്പോൾ, ദൈവം ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കുമോ ഇത് ചെയ്തത്, ഇത് അനുഗ്രഹമായിരിക്കുമോ നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് അതും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ്, വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് അത്ഭുതമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ഭഗവാൻ മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ള ഭാവത്തോടു കൂടി അദ്ദേഹം നിൽക്കുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഈ കുതിരകളെല്ലാം വന്നു ചേർന്നതിൻ്റെ പിറ്റേ ദിവസം കർഷകൻ്റെ മകൻ കുതിരകളെ പാടത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കൊണ്ടുപോകുന്ന വഴി ഒരു കുതിര ഇടറി ആ കുതിരപ്പുറത്തിരുന്നിരുന്ന ഇദ്ദേഹത്തിൻ്റെ മകൻ, അതായത് ഈ വൃദ്ധൻ്റെ മകൻ താഴെ വീഴുകയും അദ്ദേഹത്തിൻ്റെ കാലിന് പൊട്ടലേർപ്പെടുകയും ചെയ്തു. അങ്ങനെ കാല് വളരെ വലിയ രീതിയിൽ ക്ഷതം ആ കാലിനുണ്ടായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ വീണ്ടും ഒത്തുചേർന്നിട്ട് പറഞ്ഞു, അയ്യോ എന്തൊരു കഷ്ടമായി പോയി, ദൈവം ഇങ്ങനെ ഒരു വിധി നിങ്ങൾക്ക് തന്നല്ലോ, വലിയ സന്തോഷത്തിലിരുന്നല്ലേ, ദൈവം ഇങ്ങനെയാണോ നിങ്ങളോട് ചെയ്തത്, നിങ്ങളുടെ ഒരേ ഒരു മകൻ്റെ കാലൊടിഞ്ഞല്ലോ, ഇത് ഏറ്റവും വലിയൊരു ദുർഭാഗ്യമല്ലേ, എന്താണ് ദൈവം നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നീ വൃദ്ധനോട് വീണ്ടും നാട്ടുകാർ പരിഭവം പറയുന്നു. അപ്പോഴും ആ വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ആർക്കറിയാം, ഇത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണെങ്കിലോ, ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെങ്കിലോ അത് ആർക്കറിയാം, എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് ഇദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അതിൽ ഒരു തരത്തിലും നിരാശപ്പെട്ടില്ല. തൻ്റെ മകൻ ഇങ്ങനെ ഒരു വിധി വന്നല്ലോ എന്നുള്ള പേരിൽ ദൈവത്തെ പഴിച്ചില്ല. അപ്പോഴും അദ്ദേഹം സ്ഥിതപ്രജ്ഞനായി. നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ കേട്ടുവരുന്ന നല്ലത് സംഭവിച്ചാലും മോശം സംഭവിച്ചാലും എപ്പോഴും ഒരേ മനോഭാവത്തോടു കൂടി നിലകൊള്ളുന്ന, ഒന്നും ബാധിക്കാത്ത ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം നിന്ന് വളരെ പുഞ്ചിരിയോടുകൂടി പറയുകയാണ്, ഇത് ചിലപ്പോൾ ഭഗവാന്റെ, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നെങ്കിലോ. അതുപോലെ തന്നെ സംഭവിച്ചു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ രാജ്യത്ത് പെട്ടെന്ന് ചില സംഘർഷങ്ങൾ ഉണ്ടാകുകയാണ്. അയൽ രാജ്യവുമായി യുദ്ധം സംഭവിക്കുന്നു. അപ്പോൾ കൂടുതൽ ആളുകളെ പട്ടാളത്തിൽ ചേരേണ്ട അവസ്ഥ വന്നു. കൂടുതൽ ആളുകൾ പട്ടാളത്തിൽ ചേരണം, ആണുങ്ങളായിട്ടുള്ള ആളുകൾ പട്ടാളത്തിൽ ചേരണമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഈ വൃദ്ധൻ്റെ വീട്ടിൽ വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച, അദ്ദേഹത്തിൻ്റെ ഏക മകൻ്റെ കാലൊടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാലൊടിഞ്ഞ ആളുകളെ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുള്ള ആളുകളെ ഒരിക്കലും പട്ടാളത്തിൽ ചേർക്കില്ല. പട്ടാള നിയമത്തിനത് എതിരാണ്, അത് നമ്മൾക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞിരുന്നു എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തെ പട്ടാളത്തിൽ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ ആ ഏക മകനെയും പട്ടാളത്തിലേക്ക് കൊണ്ടുപോയതിനെ പിന്നീട് ഇവർ ദുഃഖിക്കേണ്ടി വന്നതിനെ. അങ്ങനെ വീണ്ടും അയൽവാസികൾ ഒത്തുചേർന്ന് പറയാം, അങ്ങയ്ക്ക് എന്ത് വലിയ ഭാഗ്യമാണ്, അങ്ങയുടെ ഏക മകനെ ഇപ്പോൾ പട്ടാളത്തിൽ കൊണ്ടുപോയതിനെ, പക്ഷേ അങ്ങയുടെ ഭാഗ്യം കൊണ്ട് ആ മകൻ്റെ കാലൊടിഞ്ഞു, അതുകൊണ്ട് മകൻ പോയില്ല, അങ്ങ് വളരെ ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു താവോയിസം അല്ലെങ്കിൽ ആ ഒരു
ഫിലോസഫി പിന്തുടരുന്ന ആളുകൾ പറഞ്ഞു കേൾക്കുന്ന കഥയാണ്, പണ്ട് മുതലേ കേൾക്കുന്ന ചൈനീസ് കഥയാണ്. ഇതിൽ നിന്ന് നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു മോശം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അപ്പോഴേ ഭഗവാനെ പഴിക്കാറുണ്ട്. നമ്മൾ ആശിച്ച് മോഹിച്ചിരുന്ന ഒരു ജോലി നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ പറയും, ഭഗവാനെ എന്തൊരു വിധിയാണ്, എനിക്ക് ആ ജോലി നീ തന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ഇനി വിളിക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുമോ ഭഗവാൻ നമ്മൾക്ക് വേണ്ടി നമ്മളുടെ പൂർവ്വ കർമ്മങ്ങളെ ഇല്ലാതാക്കുകയാണ് എന്ന്. നമ്മളുടെ പൂർവ്വ കർമ്മങ്ങളെ ഇല്ലാതാക്കി നമ്മൾ ഭഗവാനെ വിളിക്കാൻ തുടങ്ങിയിട്ട് 1-2 വർഷമായി കാണും. അതിനു മുൻപ് നമ്മൾ ഭഗവാനെ വിളിച്ചില്ല. അതിനു മുൻപുള്ള ജന്മത്തിൽ അല്ലെങ്കിൽ അതിനു മുൻപുള്ള സമയത്ത് നമ്മൾ പല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ആ ക്രിയമനമായിട്ടുള്ള കർമ്മങ്ങൾ, പ്രാരാബ്ധ കർമ്മങ്ങൾ, ഇതൊക്കെ നമ്മളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ഇതെല്ലാം തീർത്ത് ഇതെല്ലാം മാറ്റി നമ്മൾക്ക് നല്ലൊരു അവസ്ഥ തരാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. നമ്മൾക്ക് സമുദ്രമന്ഥനത്തിൻ്റെ ആ കഥ അറിയാമെങ്കിൽ തന്നെ അറിയാം, ആദ്യം സമുദ്രമന്ഥനം സംഭവിക്കുമ്പോൾ ആദ്യം വന്നത് അമൃതമാണോ? അല്ല, ആ കാളകൂട വിഷമാണ് ആദ്യം വന്നത്. അത് ഭഗവാൻ സ്വീകരിച്ചു. അതിനുശേഷമാണ് അമൃതം വന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരുടെയും ജീവിതം. ഭഗവാനെ വിളിക്കുമ്പോഴേ അമൃതമല്ല നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മൾ കടയുകയാണ്, നമ്മളുടെ ജീവിതത്തെ കടയുകയാണ്. നമ്മളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള വിഷങ്ങളെയും, എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും, എല്ലാ തരത്തിലുള്ള മോശം കർമ്മങ്ങളെയും നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഓരോരോ പാതയിൽ വന്ന് നമ്മളെ പരീക്ഷിക്കും. നമ്മളുടെ കർമ്മം തന്നെയാണ്, ഭഗവാൻ പരീക്ഷിക്കുന്നതല്ല. നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട് ഭഗവാന്റെ പരീക്ഷണമാണ്. അല്ല, ഭഗവാന്റെ പരീക്ഷണം എന്ന് പറയുന്നത് ഈ കർമ്മത്തിൻ്റെ കൂടെ വരുന്നതാണ്. ആ കർമ്മം ഒരു പരീക്ഷണം തന്നെയാണ്. നമ്മൾ ചെയ്തതിൻ്റെ അനുഭവമാണ് നമ്മൾ ചെയ്യുന്നത്. പണ്ട് നമ്മൾ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് അറിവില്ലാത്ത കാലങ്ങളിൽ നമ്മൾ ആരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, മോശം കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ, മോശം പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മൃഗങ്ങളെയോ എന്തിനൊക്കെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും നമ്മൾക്കറിയില്ല. ഇതെല്ലാം ആ വിഷമായി, ആ കർമ്മമായി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തരണം ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ മോശം കാലഘട്ടം കഴിഞ്ഞ് വലിയ വിജയം തരുന്ന ചൈതന്യമാണ്, മഹാപ്രഭുവാണ് ഭഗവാൻ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. വലിയ മഴ പെയ്യുമ്പോൾ, കൊടുങ്കാറ്റോടുകൂടി മഴ പെയ്യുമ്പോൾ ഒരു കുട കിട്ടുന്നത് പോലെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ മഴയില്ലാതാക്കില്ല ഭഗവാൻ. എങ്കിൽ ആ കുടയുള്ളപ്പോൾ നമ്മൾക്ക് ആ മഴയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. നമ്മളുടെ ദേഹം നനയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എപ്പോഴും എല്ലാ ഭക്തരും, എല്ലാ ഉപാസകരും പറയുന്ന കാര്യമാണ് ഈ കുടയുടെ കാര്യം. അതുപോലെയാണ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള മോശം കർമ്മങ്ങളെയും എതിർക്കാൻ, അതിൽ നിന്ന് അതിജീവിക്കാൻ ഭഗവാൻ നമ്മൾക്കൊരു കൈത്താങ്ങാണ്. അപ്പോൾ ഒരിക്കലും ഭഗവാനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ച് ഭാവിയെക്കുറിച്ച് വിലയിരുത്താൻ പാടില്ല. ഇപ്പോൾ നമ്മൾ തളർന്നവരായിരിക്കും, ഇപ്പോൾ ജീവിതത്തിൽ ഒന്നുമില്ലായിരിക്കും, നമ്മളുടെ കൂടെയുള്ളവരെല്ലാം രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. അപ്പോഴൊന്നും ഭഗവാനെ സംശയിക്കാൻ പാടില്ല. കാര്യം എന്താണ്? നമ്മൾ ഈ ഭക്തി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ആ കർഷകൻ്റെ, ആ വൃദ്ധൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ ഇപ്പോൾ സങ്കടമെന്ന് വിചാരിക്കുന്ന കാര്യം, ഇപ്പോൾ ദുഃഖമെന്ന് വിചാരിക്കുന്ന കാര്യം, ഇപ്പോൾ മോശമെന്ന് വിചാരിക്കുന്ന കാര്യം ഭാവിയിൽ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയരത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള കാരണമായി മാറും. ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും. അതിന് നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എപ്പോഴും ഭഗവാനിൽ ശരണാഗതിയായി, എപ്പോഴും ഭഗവാനിൽ ആശ്രയിച്ച് അന്യാശ്രയങ്ങളിലേക്ക് പോകാതെ, ഏതെങ്കിലും ഒരു കാര്യം നടന്നില്ലെങ്കിൽ, എന്തെങ്കിലും മോശം വന്നാൽ ഉടനെ അടുത്ത ദൈവത്തിലേക്ക് പോകാതെ, ഉടനെ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാതെ, നമ്മൾ ഏത് ദൈവത്തെയാണോ വിശ്വസിച്ചത്, നമ്മളുടെ കുലദേവിയാണോ, ദേശദേവനാണോ, നമ്മളുടെ ഗുരുവാണോ, നമ്മളുടെ ഇഷ്ടദേവനാണോ, ഏത് ശക്തിയിലാണോ നമ്മൾ വിശ്വസിച്ചത്, ആ വിശ്വസിച്ച ശക്തിയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എപ്പോഴും ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല, ഭഗവാന്മാർ അവതാരം എടുക്കുമ്പോൾ പോലും അവർ സന്തോഷത്തെയും ദുഃഖത്തെയും എല്ലാം സ്വീകരിക്കാറുണ്ട്. അതുപോലെയാണ് നമ്മളുടെ ജീവിതവും. ഇപ്പോഴൊരു ദുഃഖം വന്നാൽ ഉറപ്പായും ജീവിതത്തിൽ ആനന്ദം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭഗവാന്റെ ഭക്തരാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്കൊരു സംശയം വരും. മറ്റു പല മൂർത്തികളെയും ആരാധിക്കുന്നവർ, ഭഗവാനെ വിളിക്കാത്തവർ, ദൈവത്തെ ഭജിക്കാത്തവർ, അല്ലെങ്കിൽ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു? എങ്കിൽ കാളിയമ്മയെ ഭജിക്കുന്ന ഞാൻ, ശിവഭഗവാനെ ഭജിക്കുന്ന ഞാൻ, വിഷ്ണു ഭഗവാനെ ഭജിക്കുന്ന ഞാൻ, മുരുകനെ ഭജിക്കുന്ന ഞാൻ, ഗണപതിയെ ഭജിക്കുന്ന ഞാൻ എന്തുകൊണ്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? ഞാൻ വിളിക്കുന്ന ഭഗവാന്മാർ ശക്തനല്ലേ? ഈ ഭഗവാന്മാരുടെ അത്രയും ശക്തിയില്ലാത്ത പല ദേവതമാരെയും താഴ്ന്ന മൂർത്തികളെയും ഒക്കെ വിളിക്കുന്നവർ എന്തുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നു? ഞാൻ മാത്രം എന്തുകൊണ്ട് അടിക്കടി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വിളിക്കുന്നത് ഭഗവാനെയാണ്. ഭഗവാൻ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളെയും വിനകളെയും മാറ്റിയേ നമ്മൾക്ക് സൗഭാഗ്യം തരികയുള്ളൂ. അതായത് ഭാവിയിൽ നമ്മൾ ഇനി ഒരു കർമ്മം അനുഭവിക്കാൻ പാടില്ല. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ശക്തിയെ വിളിക്കുമ്പോഴോ ദുഷ്ടനായിട്ടുള്ളൊരു മനുഷ്യനോ ആണെങ്കിൽ നമ്മൾക്ക് സൗഭാഗ്യം വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മോശം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദുഷ്ടരെ പന പോലെ വളർത്തും എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അവരുടെ കർമ്മം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ പ്രാരാബ്ധ കർമ്മം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കത് അനുഭവിക്കേണ്ടി വരും. നമ്മളത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അവർ വലിയ
ജീവിതത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. വലിയ മനോഹരമായ ജീവിതം, ആഡംബരങ്ങളോടുകൂടി നല്ല രീതിയിൽ ജീവിക്കുന്നു. നമ്മൾ അവിടെ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. പിന്നീട് ഇതിനെല്ലാം അവർ കണക്ക് പറയേണ്ടി വരും. പിന്നീട് ഇതിനെല്ലാം അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. പിന്നീട് ഇതെല്ലാം അവരെ വിഴുങ്ങുന്ന ഒരു അവസ്ഥ വരും. അതായത് ഈ കർമ്മങ്ങളെല്ലാം അവരെ വിഴുങ്ങുന്ന അവസ്ഥ വരും. അവർക്കിപ്പോൾ കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം, പെട്ടെന്ന് കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം ഇവരെ ഉപേക്ഷിച്ച് പോകുന്നൊരു കാലഘട്ടം വരും. അപ്പോഴും ഭഗവാനെ വിശ്വസിച്ചവർ, അപ്പോഴായിരിക്കും ചിലപ്പോൾ ഇവരെല്ലാം തകർന്നു കഴിഞ്ഞ് ഈ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ, ദ്രോഹം ചെയ്യുന്ന ആളുകൾ, മോശം കർമ്മം ചെയ്യുന്ന ആളുകൾ എല്ലാം തളരുമ്പോഴായിരിക്കും ഭഗവാൻ നമ്മളെ ഉയർത്തുന്നത്. നല്ല കർമ്മം ചെയ്യുന്നവരെ, നല്ല സ്വഭാവമുള്ളവരെ, നല്ല മനസ്സുള്ളവരെ അപ്പോഴായിരിക്കും ഭഗവാൻ ഉയർത്തുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഭഗവാനിൽ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും പൂർണ്ണമായും വിശ്വസിച്ച് ഒരു നിമിഷത്തേക്ക് പോലും നമ്മൾ മറിച്ച് ചിന്തിക്കാതെ എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി, ഇതൊരു പരീക്ഷണമാണ്, ഇത് ക്ഷണം നേരത്തേക്കാണ്, ഭഗവാൻ ഇത് കഴിഞ്ഞാൽ എനിക്കെല്ലാം തരും, ഇതെൻ്റെ കർമ്മം തന്നെയാണ്, ഭഗവാൻ എന്നെ സ്വീകരിക്കാൻ അനുവദിക്കുകയാണ്, ഇതിനുശേഷം നല്ല ജീവിതം തരും. എപ്പോഴും പോസിറ്റീവായിട്ടേ ചിന്തിക്കാവുള്ളൂ, എപ്പോഴും സകാരാത്മകമായിട്ടേ ചിന്തിക്കാവുള്ളൂ. സകാരാത്മകതയിലാണ് നമുക്ക് ദൈവത്തെ കിട്ടുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ്, ദൈവം എന്ന് പറയുന്നത് സകാരാത്മകതയാണ്. ആ സകാരാത്മകത നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളും ആ ഭഗവാനെ പോലെ തന്നെ പോസിറ്റീവായിരിക്കണം. എന്ത് വന്നാലും സ്വീകരിക്കണം. കൃഷ്ണ ഭഗവാന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരുന്നു? ഭഗവാൻ എപ്പോഴും എല്ലാത്തിനെയും പുഞ്ചിരിയോടുകൂടിയായിരുന്നു നേരിടുന്നത്. അതാണ് ഭഗവാൻ നമ്മൾക്ക് കാട്ടിത്തന്നത് ആ മനുഷ്യ അവതാരം എടുക്കുന്നതിലൂടെ. അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ. ആ ലീലാവതാരമായിട്ടുള്ള കൃഷ്ണൻ എന്താണോ നമ്മളെ മനസ്സിലാക്കി തന്നത് അത് തന്നെ നമ്മൾ പാലിക്കണം. എല്ലാത്തിനെയും പുഞ്ചിരിയോടുകൂടി നേരിടണം. ഭഗവാനിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഉറച്ചു നിൽക്കണം. അപ്പോൾ ഒരു ദിവസം എല്ലാ വിജയവും നമ്മൾക്കുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്ന ഒന്നും മോശമാണെന്ന് ചിന്തിക്കേണ്ട. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ഒരു ദിവസം നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് എത്തും. അത് ഭഗവാൻ എത്തിക്കും. ഭക്തി കൈവിടാതിരുന്നാൽ മാത്രം മതി. ആ ഭഗവാനിൽ ഉറച്ചു വിശ്വസിച്ചാൽ മാത്രം മതി. അഹോബിലം.